ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് എന്ത് വീഡിയോ ആയി വന്നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മമ്മൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മമ്മൂക്കൊരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് പൂവ വെച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് പറഞ്ഞിട്ടില്ല. നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാനും ഫിദു അസിനും കൂടിയിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിനൂന് എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് പോണത്. ഞങ്ങളിങ്ങനെ കേക്കേറ്റ് വരും അങ്ങനെ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയലുണ്ട് ഞങ്ങൾ വരണ്ടെന്ന്. പക്ഷേ ഇത് ഞങ്ങൾ വരുന്ന കാര്യം ഞങ്ങൾ മുമ്മുനോട് പറഞ്ഞിട്ട് തന്നെ ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും രണ്ടുപേർക്കും വാങ്ങും, ഒരാൾക്കായിട്ട് ഞങ്ങൾ വാങ്ങലില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇഷക്കൊന്നും വാങ്ങിയിട്ടില്ല, മുമ്മൂക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഇഷനൊന്ന് ട്രിഗർ ചെയ്യാനും കൂടി വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഓളെ റിയാക്ഷൻ കാണാമല്ലോ. കുറച്ച് സങ്കടമൊക്കെ ആവും, പക്ഷെ പിന്നെ നല്ല സന്തോഷമാവുമല്ലോ. അപ്പോൾ നമ്മൾ കുമരനല്ലൂർക്കാണ് കേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളപ്പോൾ തന്നെ തിരിച്ചു പോകും. അജിനും ആണെങ്കിൽ പിന്നെ കുറച്ച് ദിവസമായല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട്. അപ്പോൾ ഉപ്പാനും ഉമ്മമാനൊക്കെ കണ്ട സന്തോഷത്തിലാണ്. അവനും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് കുമരനല്ലൂർക്ക് തന്നെ പോവാണ്. ഞാൻ കൂടുതൽ കേക്കൊക്കെ വാങ്ങുക അവിടെ നിന്നാണ്, കാരണം നമുക്ക് എളുപ്പമാണല്ലോ പോയി എടുക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ. പിന്നെ എനിക്ക് ആ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടെ ഒരു താത്ത ഉണ്ടാക്കുന്നതാണ്. ഇഷയ്ക്കാണെങ്കിൽ ഇന്ന് സ്കൂളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ പോയായിരുന്നു. അപ്പോൾ ഇഷയ്ക്ക് ക്ലാസ് ഉണ്ട്, പിന്നെ മുമ്മുക്ക് നഴ്സറിയിലേക്ക് പോകണം, അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് വൈകുന്നേരത്തേക്ക് ആക്കിയതാണ്. നമ്മൾ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സർപ്രൈസായി രാവിലെ പോയാൽ അവരവിടെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് കേക്ക് വാങ്ങൽ. ഇവർ ഇൻസ്റ്റാ പേജ് ക്രാഫ്റ്റ് സ്ക്വയേഴ്സ് ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഈ താത്ത ഉണ്ടാക്കുന്ന കേക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ്, മുമ്മുക്കാണെങ്കിലും ഇഷയ്ക്കാണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങൽ. നമുക്ക് വന്നിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം. നമ്മൾ ഇഷമോള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് മമ്മു നഴ്സറിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു വൈകുന്നേരം പോകാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാമല്ലോ. എന്നിട്ട് അജിനുവിന് ഫുഡൊക്കെ കൊടുത്ത് അജിനുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമാണ് മക്കളുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം. എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഫിദുവിനെയും അജിനുവിനെയും കൂട്ടി ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. അപ്പോൾ വീട്ടിലെത്തി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മമ്മൂൻ്റെ അവിടേക്ക് പോവാം, മമ്മൂനെ സർപ്രൈസ് ആക്കാൻ. മമ്മൂനെ മാത്രമല്ല ഇഷനെയും. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് പോലെ ഒരു ചെറിയ ക്യാമറ വാങ്ങിയിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ രണ്ടാൾക്കും വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇഷക്കില്ല, മമ്മൂക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ ഈ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടുപേർക്കും കൂടിയിട്ട്. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കാം. പിന്നെ മമ്മൂനുള്ളതുമ്പോൾ ഞാൻ മമ്മൂന്ന് എഴുതുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് മാറിയിട്ട് ചിലപ്പോൾ ഇഷക്ക് ഉള്ളത് ഫസ്റ്റ് എടുത്ത് കൊടുത്താലോ. നമുക്ക് ഇഷക്കുള്ളത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെയാണല്ലോ കൊടുക്കണത്. അപ്പോൾ മമ്മൂൻ്റെ പേരൊക്കെ എഴുതി ഇനി നമുക്ക് അവരോട് വീട്ടിലേക്ക് പോവാം. പിന്നെ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ 2 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതും ഇഷക്കില്ല, മമ്മൂക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള കളിയാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉമ്മയുടെ വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ഫസ്റ്റ് പോണത്. പിന്നെ ഉമ്മയും പിന്നെ ബൈക്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് മാമൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ അവരെല്ലാവരും അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. മമ്മു ആണെങ്കിൽ എന്നെ കണ്ട പാടെ അകത്ത് ഓടിക്കണേ. ഇവരൊക്കെ ചോദിച്ചത്ര നിൻ്റെ ബർത്ത്ഡേ അല്ലേന്ന്. അപ്പോൾ പറഞ്ഞ് അർഷിത വന്നാലാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത്. ഞങ്ങൾ വരുന്നത് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അവർക്ക് ഞങ്ങൾ വരും എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ നമ്മൾ ഇഷനൊന്ന് കളിയാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ബർത്ത്ഡേ പോയിനെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് ഓൻ്റെ മേത്ത് തൂങ്ങി പിടിച്ച് നിൽക്കുക. ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കാണ്ട്. ഇവനക്കാണെങ്കിൽ പിടിച്ച് നടക്കണമല്ലോ. പിന്നെ അവനുണ്ട് പോയപ്പോഴത്തെ ചെമരൊക്കെ പിടിച്ച് നടക്കണം. ഈ ചെമരമൊന്നും നോക്കണ്ട, അതൊക്കെ മക്കളുടെ ഡിസൈൻസാണ്. അങ്ങനെ നമ്മൾ മമ്മൂക്ക് ഡ്രസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷ നോക്കണുണ്ട് കേട്ടോ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് കൊടുക്കുകയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇഷക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇഷക്ക് ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷമാണ് അവളെ മുഖത്ത് കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം അവളെ കളിയാക്കിയത്. അപ്പോൾ ഹാപ്പി, ഞങ്ങളും ഹാപ്പി.
ഇനി നമുക്ക് മമ്മൂക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ മമ്മൂക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈശയ്ക്ക് ഏകദേശം ദേഷ്യം പിടിക്കണമൊക്കെ ഉണ്ട്. കാരണം എനിക്കെന്തോ ഒന്നും തരാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അവൾക്കൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓളെ വീണ്ടും ഇത് കുറേ കളിയാക്കണുണ്ട്. അപ്പോൾ ഈശ ഭയങ്കര ദേഷ്യത്തിലാണ്, ഓൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. മുമ്പാണെങ്കിൽ ഇതിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയില്ല. അങ്ങനെ സംഭവം കിട്ടിയപ്പോൾ ഓനക്ക് ഇഷ്ടമായി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഓനക്ക് എന്തായാലും ഇഷ്ടമായി. ഇഷയ്ക്ക് ഗിഫ്റ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഓളെ നമ്മൾ വീണ്ടും കളിയാക്കുകയാണ്. ഫിദു ആണെങ്കിൽ എൻ്റെ കളിയാക്കി കൊന്നിരിക്കുന്നു. ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. നമ്മൾ വാങ്ങുകയാണെങ്കിൽ എപ്പോഴും രണ്ടാൾക്കും വാങ്ങലുണ്ടല്ലോ. അപ്പോൾ പോൾക്ക് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഓൾ ഹാപ്പിയായി. അങ്ങനെ രണ്ടാളും കൂടി ഇതൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാൾക്കും ക്യാമറ കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ അവരെ ക്യാമറ ലൈറ്റ് എത്തുന്നുണ്ടല്ലോ, എനിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്മുൻ്റെ ഒരു കളിക്കുന്ന കൊടുത്ത് ലൈറ്റ് എത്തിച്ച് കളിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. കണ്ടാ, ഓനക്കും സന്തോഷമായി, ഓനക്കും ലൈറ്റ് കിട്ടി. അപ്പോൾ ഓനും ഹാപ്പി, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂൻ്റെ ഫ്രണ്ട് വന്ന് മമ്മൂന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ മമ്മൂക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് അവർ പോയി. അത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ മക്കൾസാണ്. അപ്പം അങ്ങനെ ഇവനാണെങ്കിൽ ഇതിലെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് വീണ്ടും ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാം അവനെക്കാളും കൂടുതൽ ആകാംക്ഷ ഫിദുവിനാണ്. അപ്പോൾ ഫിദാണ് ഓനെ ഹെൽപ്പ് ചെയ്ത് അതൊക്കെ കൊണ്ട് തുറന്നു കൊടുത്തത്. അത് നോക്കിയപ്പോൾ വാച്ചായിരുന്നു. അവനക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈറ്റൊക്കെ കത്തിച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് മുറിക്കണ്ടേ. കേക്ക് നമ്മൾ സ്പൈഡർമാൻ്റെ തീമിലാണ് പറഞ്ഞിട്ടുള്ളത്. തുറന്നു നോക്കുമ്പോൾ ഇതാ സ്പൈഡർമാൻ എന്താ തലകുത്തി നിൽക്കണ്. പിന്നെ അതിനും കൂടി ഉണ്ട് നേരാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കാനുള്ള ആകാംക്ഷയിലാണ് മമ്മു ഇവ മോളിരിക്കണത്. ഇവ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാട കുട്ടിയാണ്. അപ്പം അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഫസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അത് ഇഷയുടെ ബർത്ത്ഡേ ആയത്. കാരണം പിന്നെ ഇഷയാണ് എല്ലാവർക്കും കൊടുക്കണത്, മുമ്പല്ല. മമ്മൂൻ്റെ ബർത്ത്ഡേ അല്ല, ഇതിൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ട് ഇഷ തന്നെ എല്ലാവർക്കും കൊടുക്കണത്. പിന്നെ നമ്മൾ ഇവനെ കൊണ്ടും കട്ട് ചെയ്യിപ്പിച്ച്, അവൾക്കൊരു സങ്കടം പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇവരോട് ടാറ്റൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിന്നിട്ട് എനിക്ക് ടാറ്റ തരുന്നത്. ഞാനില്ലേ ഈ പൊക്കോ എന്നുള്ള രീതിയിൽ. കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.